എന്താ ഇവിടെ നടക്കുന്നത്? എന്നും ഓരോ പ്രശ്നങ്ങളാ. ഒന്ന് തീരുമ്പോ ഒന്നെന്ന് പറഞ്ഞ പോലെ ഈ വീട്ടിൽ മാത്രം എന്താ ഇങ്ങനെ? ഇതിപ്പോ ഇന്ദ്രേട്ടന്റെ കയ്യിൽ കാശില്ലാതെ വന്നതുകൊണ്ട് പ്രതിഭയുടെ സ്വർണം പണയം വെക്കാൻ സുദിനങ്ങൾ അമ്മയുടെ കയ്യിൽ കൊടുത്തു. അപ്പൊ ഇന്ദ്രേട്ടനെ അപമാനിക്കുന്ന രീതിയിൽ അങ്കിൾ എന്തൊക്കെയോ പറഞ്ഞു. അതറിഞ്ഞിട്ടാ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നേ. സുധനങ്ങൾ അങ്ങനെ ഇന്ദ്രേട്ടനെ അപമാനിക്കുന്ന രീതിയിലൊക്കെ ഇവിടെ ഒന്ന് സംസാരിക്കുവോ? ഇല്ലെന്നാ എന്റെ വിശ്വാസം. അങ്കിൾ അങ്ങനെ പറയാൻ ഒരു സാധ്യതയില്ല. എന്നാ പിന്നെ ഇതെല്ലാം നിന്റെ അമ്മയുടെ കളിയാ. ഇടക്ക് നിന്ന് തമ്മിലടിപ്പിച്ച് ലാഭം ഉണ്ടാക്കാൻ നിന്റെ അമ്മയുടെ അത്രയും കഴിവ് ഇവിടെ വേറെ ആർക്കില്ലല്ലോ. അമ്മ അങ്ങനെ ചെയ്തതിന് ഒരു തെളിവില്ലല്ലോ. പിന്നെ അങ്കിൾ എന്തെങ്കിലും പറയാതെ അമ്മ ഇങ്ങനെ സംസാരിക്കുമെന്ന് ചോദിച്ചാ ആകെ പെട്ടുപോകുന്ന അവസ്ഥയിലാകും. ആ അവസ്ഥ ഇപ്പൊ എന്തായാലും എല്ലാവരുടെയും ചീട്ട് കീറുന്ന മട്ടാണ്. ട്രാവൽസിലെ വണ്ടികളുടെ മെയിൻ്റനൻസിന് വെച്ചിരുന്ന പണം എടുത്താ 15 ലക്ഷം ഇന്ദ്രേട്ടന് റെഡിയാക്കിയത്. അതോടെ അക്കൗണ്ട് കാലിയാണ്. കാശ് കൊടുക്കാതെ സർവീസിന് കയറ്റിയ വണ്ടികളൊന്നും ഇറക്കാൻ പറ്റില്ല. അതോടെ ആ വഴിക്കുള്ള വരുമാനവും തീരും. അല്ലെങ്കിൽ തന്നെ ഡീസലിന്റെ റേറ്റ് കൂടിയതോടെ വലിയ ലാഭമൊന്നും ട്രാവൽസിന് കിട്ടുന്നില്ല. ഇനി അവിടെ കടിച്ചു തൂങ്ങി നിന്നാൽ നമ്മുടെ കാര്യം കഷ്ടത്തിലാവും. എത്രയും പെട്ടെന്ന് വേറെന്തെങ്കിലും ജോലി നോക്കുന്നത് നല്ലത്. എന്തിനാ ഇനി ബിസിനസ് IT വിദേശത്ത് പോക്കെന്നൊക്കെ പറഞ്ഞ് എന്റെ മനസ്സമാധാനം കളയാനോ? തൽക്കാലം വേറൊന്നും നോക്കണ്ട. ആ ഉള്ളതൊക്കെ കൊണ്ട് ഇവിടെ തന്നെ അങ്ങ് കഴിഞ്ഞാ മതി. ഇപ്പൊ നഷ്ടത്തിലാണെങ്കിലും കുറച്ച് കഴിയുമ്പോ അതിനൊക്കെ മാറ്റം വരും. അതുവരെ ക്ഷമിച്ചു നിൽക്കണം. എല്ലാം ശരിയാകുമെന്ന് പ്രതീക്ഷിക്കാം. നോക്കാം. എന്താ സത്യ ഇത്?